നന്ദു, താങ്കൾക്ക് പ്രതികരിക്കാം. ഈ കേരളത്തെ എല്ലാം തന്നെ സാമ്പത്തിക അവലോകന റിപ്പോർട്ടിൽ പ്രശംസിക്കുന്നു. ഈ രാജീവ് ചന്ദ്രശേഖരൻ നേരത്തെ അദ്ദേഹം അറിയാമല്ലോ, ഈ കേരളം അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായി പ്രഖ്യാപിക്കുന്ന ആ ഘട്ടത്തിൽ ഇതിനെയെല്ലാം വിമർശിച്ചിരുന്നു. എന്നാൽ സാമ്പത്തിക അവലോകന റിപ്പോർട്ടാവട്ടെ കേരളത്തെ പ്രശംസിക്കുന്നു. പക്ഷേ ഈ പ്രശംസ കേരളത്തിനുള്ള ഒരു ശിക്ഷയായി മാറുമോ എന്നാണ് ആശങ്ക. കേരളത്തിന് അർഹമായത് കിട്ടുമോ? കാരണം ഏറെക്കുറെ എല്ലാ പ്രധാന സംസ്ഥാനങ്ങളിലും എയിംസ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ട എല്ലാ നടപടിക്രമങ്ങളും സംസ്ഥാന സർക്കാർ പൂർത്തിയാക്കി. പക്ഷേ കേരളത്തിൽ മാത്രമേ എയിംസ് ഇല്ല. വിഴിഞ്ഞത്തിൻ്റെ കാര്യം വന്നാൽ മറ്റെല്ലാ പദ്ധതികളുടെയും VGF അത് കേന്ദ്ര സർക്കാർ ഏറ്റെടുക്കും. വിഴിഞ്ഞത്തിനായി കഴിഞ്ഞാൽ അത് തിരിച്ചടയ്ക്കേണ്ട വായ്പയാണ്. അർഹമായ എന്തെങ്കിലും നമുക്ക് ഇത്തവണ ഈ കേന്ദ്ര ബജറ്റിൽ നിന്ന് കേരളത്തിന് പ്രതീക്ഷിക്കാമോ? രണ്ട് കാര്യങ്ങളിൽ എൻ്റെ വിയോജനവും അതിൻ്റെ അസത്യം കൃത്യമായി താങ്കളെ കൂടി ബോധ്യപ്പെടുത്തിക്കൊണ്ട് ചർച്ചയിലേക്ക് വരാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതിലൊന്ന്, താങ്കൾ പറഞ്ഞത് കോവിഡ് കാലത്ത് തന്ന അരിയുടെ പണം കേന്ദ്രം തിരിച്ചു വാങ്ങിയെന്നാണ്. കോവിഡ് കാലത്തെ അല്ല, ഇവിടെ പ്രളയകാലത്ത്. ശരി, എന്തായാലും ആ പ്രളയകാലത്തായാലും കോവിഡ് കാലത്തായാലും ഈ കാലഘട്ടങ്ങളിലൊക്കെ തന്നിട്ടുള്ള അരിയുടെ പണം ഇതുവരെ കേരളം തിരിച്ചു കൊടുത്തിട്ടില്ല. താങ്കൾക്ക് പരിശോധിക്കാനുള്ള സോഴ്സുകൾ ഉണ്ടെങ്കിൽ അത് പരിശോധിക്കാം. അങ്ങനെ പണം വാങ്ങിയിട്ടില്ല. അതൊരു ഗവൺമെൻറ് അറേഞ്ച്മെൻറ്റാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഡിപ്പാർട്ട്മെൻറ്റുകൾ തമ്മിലുള്ള ഒരു അറേഞ്ച്മെൻറ്റിൻ്റെ ഭാഗമായി വരുന്ന കത്തുകളും കാര്യങ്ങളുമാണ്. അത് കേരളത്തിൽ ഈ കഥ പാടി നടക്കുന്ന ഇടതുപക്ഷത്തെ എല്ലാ MLA-മാർക്കും മന്ത്രിമാർക്കും MP-മാർക്കും ഈ കാര്യത്തെക്കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ട്. പിന്നെ നിങ്ങളൊരു പൊളിറ്റിക്കൽ നറേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനെ അങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനപ്പുറത്ത് അതിനകത്ത് വേറെ സത്യമൊന്നുമില്ല എന്ന് നിങ്ങൾക്കും എനിക്കും ഈ നാട്ടിൽ ബുദ്ധിയുള്ള കാര്യങ്ങൾ വീക്ഷിക്കുന്ന ജനങ്ങൾക്കും ബോധ്യമുണ്ട്. അത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, താങ്കൾ ഇപ്പോൾ പറഞ്ഞ എയിംസ് എന്ന് പറയുന്നത് സ്വാഭാവികമായും അത് കേരളത്തിൻ്റെ അവകാശമാണ്, കേരളത്തിന് ലഭിക്കേണ്ടതാണ്, അതിലൊരു തർക്കവുമില്ല. പക്ഷേ നമ്മളൊരു സംസ്ഥാനത്തിന് എയിംസ് നൽകുന്നതിന് വേണ്ടിയിട്ട് കേന്ദ്രം ഒരു പ്രപ്പോസൽ അയക്കുന്നു. ആ പ്രപ്പോസൽ സംസ്ഥാനത്തെ മന്ത്രിസഭയുടെ മുൻപാകെ വരുന്നു. ആ പ്രപ്പോസലിന് സ്വാഭാവികമായും ഞങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് എയിംസ് വേണം എന്നുള്ള മറുപടിയാണ് എല്ലാ ഗവൺമെൻറ്റുകളും അയക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടോ കേരളത്തിലെ ഗവൺമെൻറ് 3-4 സ്ഥലങ്ങൾ മെൻഷൻ ചെയ്തിട്ട് ഇവിടെ എവിടെയെങ്കിലും കോഴിക്കോട് കിനാലൂര് സ്ഥലം ഏറ്റെടുത്തു, കേന്ദ്ര സർക്കാരിനെ അറിയിച്ചു. കോഴിക്കോട് കേരള സർക്കാർ സ്ഥലം ഏറ്റെടുത്തു, ഇതാ കോഴിക്കോട് കിനാലൂർ എല്ലാം ശരിയാക്കി. പക്ഷേ താങ്കളുടെ കേന്ദ്രമന്ത്രി ഒരു ദിവസം പറയുന്നു അല്ല ആലപ്പുഴയിലാണെന്ന്, ഒരു ദിവസം പറയുന്നു വേറെ സ്ഥലത്താണെന്ന്, താങ്കളുടെ കാസർഗോഡുള്ള നേതാക്കന്മാർ പറയുന്നു കാസർഗോഡ് വേണമെന്ന്. അപ്പോൾ നിങ്ങൾക്കല്ലേ കേന്ദ്രം ഭരിക്കുന്നത്, നിങ്ങൾക്കല്ലേ. ഞാനൊരു കാര്യം താങ്കളോട് ചോദിക്കാം. ഒരു പ്രോജക്റ്റ് വരുമ്പോൾ, നമ്മുടെ പ്രത്യേകിച്ച് ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ടൊരു പ്രോജക്റ്റ് വരുമ്പോൾ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും ഉപയോഗപ്പെടുന്ന ഒരു സ്ഥലമല്ലേ നമ്മൾ പ്രിഫർ ചെയ്യേണ്ടത്? ആണോ അല്ലയോ? ഒരു സർക്കാർ എന്നുള്ള നിലയിൽ പ്രിഫർ ചെയ്യുമ്പോൾ കേരളത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പ്രിഫർ ചെയ്യപ്പെടേണ്ട ഒരു സ്ഥലം. അതല്ലാതെ തൻ്റെ കുടുംബത്തിലെ ചില ആളുകൾക്ക് മേനി നടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭാഗത്തേക്ക് അത് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നത് രാഷ്ട്രീയമായിട്ട് പാപ്പരത്വമാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പിന്നെ ഞാൻ അതിനെ കോട്ട് ചെയ്യുന്നില്ല, കാരണം അത് ഇടതുപക്ഷത്തിൻ്റെ എല്ലാ കാലത്തെയും നയമായതുകൊണ്ട് ഞാൻ അതിനെ ഒന്നും തെറ്റാണെന്ന് കോട്ട് ചെയ്യുന്നില്ല. പക്ഷേ നിങ്ങൾ എടുക്കേണ്ട ഒരു നിലപാട് എന്തായിരുന്നു? ഇപ്പോൾ തൃശ്ശൂരിൽ ഒരു ഫോറൻസിക് സയൻസുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രോജക്റ്റ് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവിടുത്തെ MP ആയിട്ടുള്ള ശ്രീ സുരേഷ് ഗോപി ഇടപെടുന്നു. അദ്ദേഹം ഹോം മിനിസ്ട്രിയായിട്ട് സംസാരിച്ച് അദ്ദേഹം അവിടുത്തെ ചെറുപ്പക്കാർക്ക് തൊഴിൽ കിട്ടാൻ വേണ്ടിയിട്ട് ഒരു പ്രോജക്റ്റ് അവിടേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. സംസ്ഥാന സർക്കാർ അതിന് ഇടങ്കോല് വയ്ക്കുകയാണ്. സ്ഥലം വരെ പറഞ്ഞു കൊടുത്തതിന് ശേഷവും സംസ്ഥാന സർക്കാർ അതിന് ഇടങ്കോല് വെച്ചിട്ട് സർക്കാരിൻ്റെ ഒരു പൊളിറ്റിക്കൽ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നു. അപ്പോൾ ഇങ്ങനത്തെ ചില കാര്യങ്ങൾ നമ്മൾ പൊളിറ്റിക്കലി അല്ലാതെ വികസന കാര്യത്തിൽ അല്ലെങ്കിൽ നമ്മുടെ നാടിന് കിട്ടേണ്ട ഒരു ആനുകൂല്യത്തെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലേക്ക് കൊണ്ടുവരേണ്ട ഒരു നല്ല സംരംഭത്തെ അതിനെ ഒരു പൊളിറ്റിക്കൽ അജണ്ട വെച്ച് ആരോടെങ്കിലും ഉള്ളൊരു വൈരാഗ്യം തീർക്കുന്ന രീതിയിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ജനങ്ങൾ അവിടെ തൃശ്ശൂരിലെ ജനങ്ങളെല്ലാം BJPക്ക് വോട്ട് ചെയ്തു, അതുകൊണ്ട് തൃശ്ശൂരിൽ ഇനി ഒരു വികസനവും വരണ്ട, തൃശ്ശൂരിൽ എയിംസ് വരണ്ട, തൃശ്ശൂരിൽ ഫോറൻസിക് ഞാൻ പറഞ്ഞോട്ടെ, തൃശ്ശൂരിൽ വരണം എന്ന കോഴിക്കോട്ടെ BJPക്കാർ പറയുന്നു കിനാലൂർ വരണം, ആലപ്പുഴയിൽ എത്തിയാൽ പറയുന്നു ആലപ്പുഴ വരുന്നത്, കാസർകോട്ടെ BJPക്ക് പറഞ്ഞു കാസർഗോഡ് വരണം. തൃശ്ശൂരിലാണോ വരേണ്ടത്? ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളിലെയും ആളുകൾ ആഗ്രഹിക്കുന്നത് ഒരു എയിംസ് മാത്രമല്ല, എല്ലാ ജില്ലയിലും എയിംസ് കിട്ടിയാൽ കൊള്ളാമെന്ന് എല്ലാ
ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തെ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം നമ്മുടെ നാട്ടിലേക്ക് കൂടുതൽ ഫെസിലിറ്റി വരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നതിൽ തെറ്റില്ല. പക്ഷെ നമ്മളത് ഒരു ഗവൺമെൻറ് എന്നുള്ള നിലയിൽ അത് കൊടുക്കുമ്പോൾ അതിൻ്റെ എല്ലാ തലത്തിലുമുള്ള പ്രായോഗികത ഒരു വലിയ ഘടകമാണ്. ഇപ്പോൾ കൊച്ചിയിലേക്ക് വരുന്നു, അല്ലെങ്കിൽ തൃശ്ശൂരിലേക്ക് വരുന്നു. അപ്പോൾ കേരളത്തിൽ നിന്ന് രണ്ട് ഭാഗത്തു നിന്നുള്ള ആളുകൾക്കും ആ സേവനത്തിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ പറ്റുന്നൊരു സാഹചര്യമുണ്ടോ? അല്ല, കോഴിക്കോട് ഒരു ഭാഗത്തേക്ക് മാത്രം ഇതിനെ കോർണർ ചെയ്യുമ്പോൾ ഏത് ജനവിഭാഗത്തിനാണ് അതിലേക്ക് പെട്ടെന്ന് എത്തിച്ചേരാൻ സാധിക്കുന്നത്? ഇപ്പോൾ തിരുവനന്തപുരത്ത് നെട്ടുകാൽത്തേരിയിൽ ആഗ്രഹിച്ചപ്പോൾ തിരുവനന്തപുരത്ത് ആളുകൾ വെച്ച പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി RCC പോലെയുള്ള മെഡിക്കൽ കോളേജുകൾ പോലെയുള്ള ശ്രീചിത്ര പോലെയുള്ള വലിയ സംവിധാനങ്ങൾ ഇവിടെയുണ്ട്. അപ്പോൾ ഇവിടെ വരുന്നൊരു രോഗിക്ക് സ്വാഭാവികമായിട്ട് എയിംസും കൂടി വന്നു കഴിഞ്ഞാൽ അതിൻ്റെ എല്ലാ തലത്തിലുള്ള ഗുണങ്ങളും തിരുവനന്തപുരത്ത് വരുന്ന ഒരാൾക്ക് കിട്ടും എന്ന് തിരുവനന്തപുരത്തുള്ള ആളുകൾക്ക് വാദമുണ്ട്. താങ്കളുടെ നിലപാട് അല്ല, ഞാൻ പറഞ്ഞോട്ടെ. അപ്പോൾ ഇതിനെ രാഷ്ട്രീയമായി തുരങ്കം വയ്ക്കുന്ന ഒരു നിലപാട് അത് ഇടതുപക്ഷത്തിന് കേരളത്തിലുണ്ട്. അപ്പം നമ്മൾ അതിനെ രാഷ്ട്രീയമായി തുരങ്കം വെച്ചതിന് ശേഷം നമ്മൾ വന്നിരുന്ന് ഈ ചർച്ചകൾ വന്നിരുന്ന് കരഞ്ഞതുകൊണ്ടോ അത് കിട്ടിയില്ല എന്ന് പരിതപിച്ചതുകൊണ്ടോ കാര്യമില്ല. ഇനി ഞാൻ താങ്കളോട് അടുത്ത് 1-2 കാര്യങ്ങൾ കൂടി ചോദിക്കാം. ഇപ്പോൾ അതിദാരിദ്ര്യ മുക്ത സംസ്ഥാനമായതിനെയാണ് വലിയ രീതിയിൽ പ്രകീർത്തിക്കുന്നത്. 4 ലക്ഷത്തിലധികം ആളുകൾ AAY കാർഡുകൾ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിൻ്റെ ദാരിദ്ര്യ ലഘൂകരണത്തിൻ്റെ ഭാഗമായിട്ട് ഉൾപ്പെട്ടിട്ടുള്ള റേഷൻ കാർഡ് ഉപയോഗിക്കുന്നു. അതിൽ എത്ര പേരെയാണ് ഈ പറയുന്ന അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലേക്ക് എത്തിക്കാൻ സാധിച്ചത്? അതിൽ എത്ര പേരാണ് ക്ലിയറായിട്ട് അവർ ആ ദാരിദ്ര്യ നിർമ്മാർജ്ജനം, ഇപ്പോൾ റേഷൻ കാർഡ് എടുത്ത ആളിനെ പോലും ഈ പറയുന്ന അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിലേക്ക് ദാരിദ്ര്യ നിർമ്മാർജ്ജനപ്പെട്ടു എന്ന് സർക്കാർ കണക്ക് കൊടുക്കുമ്പോൾ യഥാർത്ഥ ലോസ് എവിടെയാണ്? അപ്പോൾ കേന്ദ്രത്തിൽ നിന്ന് കിട്ടുന്ന പദ്ധതി വിഹിതത്തിൻ്റെ ദാരിദ്ര്യ ലഘൂകരണ പദ്ധതി വിഹിതത്തിൽ ഈ 60,000 കുടുംബങ്ങളെ ഒഴിച്ചുള്ള പദ്ധതി വിഹിതമേ ഇനി കിട്ടുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ട് നഷ്ടമാർക്ക് സംഭവിച്ചു. നിങ്ങളുടെ രാഷ്ട്രീയ സ്റ്റണ്ടിന് വേണ്ടി, അല്ലെങ്കിൽ ഇവിടുത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവരുടെ രാഷ്ട്രീയ സ്റ്റണ്ടിന് വേണ്ടി ഇങ്ങനെ ചില കാര്യങ്ങൾ നടത്തിവിടുമ്പോൾ അതിൻ്റെ ഗുണം ലഭിക്കേണ്ടവർക്ക് പോലും അതിൻ്റെ ഗുണം ലഭിക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കാരണം ആ പദ്ധതിക്ക് വേണ്ടി ഇനിയിപ്പോൾ 4 ലക്ഷം പേരുണ്ട് എന്ന് കേരളത്തിലെ നിയമസഭയിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിലെ മന്ത്രിസഭയ്ക്ക് കണക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കില്ല. അപ്പോൾ AAY പദ്ധതി പ്രകാരം ദാരിദ്ര്യ ലഘൂകരണ പദ്ധതിയിൽ ഇനി അതായത് ഈ ഒരു നേട്ടം കാരണം ഒന്ന് ഈ ദാരിദ്ര്യമില്ല എന്ന് പറഞ്ഞിട്ടില്ല, സർക്കാർ പറഞ്ഞിട്ടേയില്ല ദാരിദ്ര്യമില്ല എന്ന്. ഇല്ലാതാവുന്നത് അതിദാരിദ്ര്യമാണ്. ദാരിദ്ര്യവും അതിദാരിദ്ര്യവും രണ്ടും രണ്ടാണ്. പക്ഷേ താങ്കളുടെ വാക്ക് നൽകുന്ന സൂചന എന്ന് പറഞ്ഞാൽ ഈ ഒരു നേട്ടം ഉയർത്തി കാണിക്കുന്നത് കൊണ്ട് സംസ്ഥാന സർക്കാരിന് കിട്ടേണ്ട സഹായങ്ങൾ അത് നഷ്ടപ്പെട്ടേക്കാമെന്നൊരു സൂചന താങ്കളുടെ വാക്കുകളുണ്ട്. ഒരു ഇടവേള